ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, നബിയെ, ഞങ്ങൾ മരിച്ചു കഴിഞ്ഞു, ഞങ്ങളെ കൊണ്ടുപോയി ഖബറടക്കുമ്പോൾ ഞങ്ങളുടെ അരികിലുള്ള ഖബർവാസി മോശക്കാരനാണെങ്കിൽ അയാളെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ശല്യമുണ്ടാകുമോ? തങ്ങൾ തിരിച്ചു ചോദിച്ചു, ദുനിയാവിൽ നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ അയൽവാസി ഒരു ദുഷ്ടനാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവർ പറഞ്ഞു, തീർച്ചയായും. എന്നാൽ ഖബറിലും നിങ്ങളുടെ അടുത്തുള്ള ഖബർവാസി പാപിയാണെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ശിക്ഷയുടെയും മറ്റും ബുദ്ധിമുട്ട് നിങ്ങൾക്കും അനുഭവപ്പെടും. അതുകൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യിൻ, വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ, അല്ലാഹുവേ ഞങ്ങളെ നീ സജ്ജനങ്ങളോട് ചേർക്കണമേ എന്ന്. അതുകൊണ്ടാണല്ലോ മയ്യിത്തിന് വേണ്ടിയുള്ള നമ്മൾ ദുആയിലും ഇങ്ങനെയും കൂടി പറയുന്നത്, വജീറാനൻ ഖൈറൻ മിൻ ജിറാനിഹി, അല്ലാഹുവേ ദുനിയാവിൽ ഉണ്ടായിരുന്നതിനേക്കാൾ നല്ല അയൽവാസിയെ നീ അദ്ദേഹത്തിന് കൊടുക്കണമേ എന്ന്. അതുകൊണ്ടുമാണല്ലോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്ത് കിടക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹും ആഗ്രഹിച്ചത്.